Hey, hi. Alhamdulillah. So let's start. Actually, I am middle of nowhere. I don't know where I am. 2 ദിവസമായി തജിക്കിസ്ഥാനിൽ. ഫസ്റ്റ് ഡേ നമ്മൾ പിന്നെ സമർക്കന്ത് അവരുടെ ടൗണൊക്കെ ചുറ്റിക്കണ്ട് കണ്ണിങ്ങനെ എന്താവും, നല്ല വെയിലാണ്. സോ അതൊരു ടൂറിസ്റ്റ് പാക്കേജ് ആയിരുന്നു. ആൻഡ് സ്റ്റിൽ തജിക്കിസ്ഥാൻ്റെ ഒരു മെയിൻ ഇതെന്താ വെച്ചാൽ നമുക്ക് ഗൈഡ് ഇല്ലാണ്ട് എവിടെയും വണ്ടി ഓടിക്കാൻ പറ്റില്ല. ബട്ട് ഈ ഒരു ഇന്നലെ എടുത്തത് 380 + 280 ഇന്ന് റോഡ് ഭയങ്കര മോശമായി. ഇന്നലെ രാത്രി 2 o'clock 3 o'clock ആകുമ്പോഴായി നമ്മൾ പിന്നെ ദർവാസയിലെത്താൻ. ദെൻ ദർവാസ വാസ് മൈൻഡ് ബ്ലോയിങ്, അമേസിങ് ഫീലായിരുന്നു. അവിടെ വരെ എടുത്തതിൻ്റെ ഒരു ആ വിഷമം ഉണ്ടല്ലോ, അതങ്ങ് മാറിക്കിട്ടി അവിടെ ദർവാസയിൽ പോയപ്പോൾ. ആൻഡ് വി ഗോട്ട് അമേസിങ് ഫോട്ടോസ് ആൻഡ് വീഡിയോസ് ഫ്രം ദർവാസ. ആൻഡ് ഇന്ന് എടുക്കാനുള്ളത് 280 കിലോമീറ്ററാണ്. ബട്ട് ഇഫ് ഐ ഫോളോ ദെയർ സ്പേസ് ഐ ഡോണ്ട് തിങ്ക് ഐ ക്യാൻ മാനേജ്. ബിക്കോസ് അവരുടെ കാറിൻ്റെ സ്പീഡ് വരുന്നത് 30, 40, 60, അതിലും മുകളിലേക്ക് അവർക്ക് എടുക്കാൻ പറ്റുന്നില്ല. അമ്മാതിരി കുണ്ടാണ് കുഴി. പിന്നെ നല്ല പെട്ടെന്ന് ഡീപ്പായിട്ടുള്ള വലിയ കുഴികൾ വരുന്നു. സോ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ വണ്ടിയുടെ പണി ഒരു അതിൽ പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവർക്ക് എങ്ങനെയും സ്പീഡ് എടുക്കാൻ പറ്റുന്നില്ല. എൻ്റെ സ്പീഡ് എങ്ങനെ അവർക്ക് കീപ്പ് ചെയ്യാൻ കഴിയില്ല. ഞാൻ അവരുടെ സ്പീഡ് കീപ്പ് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം വരുന്നത് വെച്ചാൽ നല്ല വെയിലാണ്. തളർന്ന് പണ്ടാരടങ്ങിപ്പോകും. സോ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഗൈഡിൻ്റെ അടുത്ത് നിന്നൊരു 4 കുപ്പി വെള്ളം വാങ്ങിച്ച് കത്തിച്ചങ്ങ് വന്ന്. ഇപ്പോൾ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് ഇൻ ബിറ്റ്വീൻ. ഒരു ഐ തിങ്ക് ഒരു 80 കിലോമീറ്റർ ഞാൻ ഓടിയിട്ടുണ്ടാവും. അതിൻ്റെ ഇടയിൽ ഒരു റെസ്റ്റോറൻറ്റ് കിട്ടി. ഇവിടുന്ന് ചുമ്മാ ഒരു എന്താ പറയുക, ഐസ് ടീ കിട്ടി ലിപ്ടൻ്റെ. അത് കുടിച്ചിട്ട് ഇപ്പോൾ അവരെ വെയിറ്റ് ആക്കുന്ന നിയർലി 15 minutes ആയിരുന്നു മുകളിലായി. ഇതുവരെ അവരെത്തിയിട്ടില്ല. സോ വി ഹാവ് ഇന്നൊരു 4 o'clock മുമ്പ് നമ്മൾ ഉസ്ബെക്ക് ബോർഡറിൽ എത്തുകയാണെങ്കിൽ ക്രോസ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ ഉസ്ബെക്കിന് മുമ്പ് പിന്നെ അല്ലാന്ന് പറഞ്ഞാൽ ബോർഡറിന് 10 കിലോമീറ്റർ മുമ്പ് അവിടെ ഒരു ടൗൺ ഉണ്ട്. അതിൻ്റെ പേര് കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല. അവിടെ സ്റ്റേ അടിക്കണം. ഹലോ, ഹായ്. ഹായ്. ഇന്ത്യ. ദുബായ്. Is India Dubai? ദുബായ്, ഇന്ത്യ. Dubai, India, да? Bike. Dubai, ma. Dubai, bike, India. Dubai, UAE, Iran, Turkmenistan, Uzbek, Tajik, Kyrgyzstan, Kazakhstan, China, Nepal, Bhutan, India. Some India. I am India. Indies. India. Dubai work. Motor? India. Motor Dubai. Dubai, eh? Dubai. Motor Dubai, some India. Alaikum assalam. Like it? 15. 1 5. 10 5. 15. My friends coming. Friends. İngiliz dilde gepleyen mi? English? İngiliz dili. English. Yazık İngiliz. English. Yazık da. Yazık. Sit. Как зовут? Adın kim? Adın kim? Adı kim? You speak English? Uzbek ya. Uzbek? I go Uzbek. Taşavuz'u. Taşa Uzbek. Hindi. Hindi. Şehir kaysı? Ha?
Дехли или No, Kerala. Kerala? I shoot? No problem? Good. Съемка. Давай, привет. Индия, привет. India. Салам, Чахрухан. Salman. Yoldaşlar, dostlar. My dost. My dost, твой dost. Dost. Neçə maşın? Maşın, avtomobil. This India. This India. India. Dubai car. Dubai kat, ha? Dubai car. İran, Türkmenistan, Özbekistan, Tacikistan, Kazakhstan. Indala. Ngota. Neçə Amazing yaşında? film, ha? Сколько лет? Korkaliyetten mı arayayım? Yaşın neçə? Hadi. Yaş. Сколько лет? Korkaliyetten. Ben de. Yaşın. Yaşın. Твой яш. Сколько? Age. 36. 48. 36. Ha. Yaşık. 38, да. Your age? Seninki 55. 55. Oh, nice. 55. 55. Firşet? 5. Firşet? 50. 55. 55. 5. 55. 55. Это 55. 55. Nice. Yeah. Benzin var mı? Benzinin var mı? Хватит. Benzin. Benzin хватит var mı? Bak da. No. Benzin full. Full ha? Full back load. Full. Koreyuണ്ട്. Полный. Koreyuണ്ട്. Big guy. Full car of benzin. Big guy. My friend. Boyfriend. My friend. Как дела? ചുമ്മാ നമ്മൾ സംസാരിച്ചോണ്ട് നാട്ടുവർത്താനം പറഞ്ഞോണ്ടിരിക്കുകയാണ്. എന്റെ വല്ല ചങ്ങായിയാണ്. മൈ ഫ്രണ്ട്. Hello. ഇവിടെ ഫുഡൊക്കെ ഉണ്ട്. Давай. You go eat. Bye. അസ്സലാമലൈക്കും. Давай. Washroom? വാഷ്റൂം ബാക്ക് ഇവിടെ. ഇയാള് വേറെ ഡ്രൈവറാ ബാക്ക് സൈഡ്. സോ ദിസ് ഈസ് ഹൗ ഇറ്റ് ഈസ്. ഇങ്ങനെയൊക്കെയാണ് പരിപാടികൾ. ചുമ്മാ ഇങ്ങനെ വെയിറ്റ് ആക്കാം. മേക്ക് ഫ്രണ്ട്സ്. എന്താ സംസാരിക്കണമെന്ന് അറിയണം വേണ്ട, ചുമ്മാ സംസാരിക്കുക. അതിൻ്റെ ഇടയിൽ ചിലത് മനസ്സിലാവും, അത് മനസ്സിലാക്കുക. അപ്പോൾ അയാളുടെ ഏജ് ചോദിച്ചു, 36 പറഞ്ഞു കൊടുത്തു. ആളുടെ ഏജ് ചോദിച്ചു 55 എന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലായി. ആളുടെ ഭാഷ എനിക്ക് അറിഞ്ഞിട്ടല്ല, എന്തോ പ്യാത്ത അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ദിസ് ഇസ് ഹൗ ഇറ്റ് ഈസ്. ഞാൻ ഉസ്ബെക്കിലേക്കാണ്. ആൻഡ് കുറേ ഡ്രൈവേഴ്സിനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. സലാം. അങ്ങനെ റെസ്റ്റൊക്കെ എടുത്ത് ഓൾമോസ്റ്റ് നല്ലൊരു സമയം അവിടെ സ്പെൻഡ് ചെയ്ത് കുറേ വെള്ളമൊക്കെ സ്റ്റോക്ക് ചെയ്ത് അവരോട് എന്തായാലും ഒരുമിച്ച് പോകാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നല്ല 1.5 പോക്കാണ് പിന്നീട് അങ്ങോട്ട് ഞാൻ പോയത്. കാരണം അതിൽ 2 കാരണമുണ്ട്. ഒന്ന്, ഈ കുണ്ട് പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്ന റോഡിലൂടെ ഒരു സ്പീഡിൽ മുകളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ വണ്ടിക്ക് അധികം അറിയുന്നുണ്ടായിട്ടില്ല. ഞാനത് അവിടെ നിന്ന് തന്നെ പഠിച്ചതാണ്. അവിടുത്തെ ലോക്കൽസ് പഴയ ക്യാമറി അതൊരു ടയർ ലിഫ്റ്റ് ചെയ്യാൻ പറ്റും ചെയ്തെന്ന് തോന്നുന്നു. അത് പോകുന്ന പോക്ക് കണ്ടിട്ടേ ഭ്രാന്തായി പോകും. ആ വണ്ടി ഇടിച്ച് പൊളിക്കാൻ പോകുന്ന രൂപത്തിലാണ് അവർ പോകുന്നത്. നല്ല സ്പീഡിൽ ഈ കുണ്ടൊന്നും അറിയുന്നില്ല, അമ്മാതിരി സ്പീഡിലാണ് അവർ പോയിക്കൊണ്ടുണ്ടായത്. പിന്നെ ഓൾമോസ്റ്റ് ടൊയോട്ടൻ്റെ വണ്ടി അതല്ലെങ്കിൽ ഷവർലയുടെ വണ്ടി വേറെ സ്പീഡിലാണ് അല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ കുഴികളൊന്നും അറിയുന്നുണ്ടായില്ല. super tired.
ലോറിക്കാരാണ് എനിക്ക് കുറച്ച് വെള്ളമൊക്കെ തന്ന് സഹായിച്ചത്. ഈ റൂട്ടിൽ ഒന്നുമില്ല. അങ്ങനെ പാട്ട് കേൾക്കുന്ന ഉള്ളു, ലിറ്ററലി നത്തിങ്. ഏതാണ്ട് സിറ്റി എത്തി തുടങ്ങിയെന്ന് തോന്നുന്നു. ഇന്നിനി ക്രോസ് ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ ഓൾറെഡി 4 o'clock ആയി. ഇനിയിപ്പോൾ അവരെത്തിയപ്പം പോക്കെന്നുള്ളതൊന്നും മനസ്സിലാവുന്നില്ല. സോ ഇറ്റ്സ് ബെറ്റർ ടു സ്റ്റേ ഓവർ ആൻഡ് നാളെ ഏർലി മോർണിംഗ് ക്രോസ് ചെയ്താൽ നമുക്ക് ഉസ്ബെക്ക് ടൗൺ സിറ്റി പിടിക്കാം. ഓക്കെ, എന്താണ് പ്ലാൻ? ടയർഡായി നല്ല കത്തുന്ന വെയിലാണ്. ബോർഡറിന് അടുത്തെത്താറായപ്പോൾ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് ബോർഡറിലേക്ക്. അതിനടുത്ത് എത്തിയപ്പോൾ ഒരു പെട്രോൾ പമ്പ് കിട്ടി. അവിടുന്ന് പെട്രോളൊക്കെ ഫില്ല് ചെയ്തു. കുറച്ച് ബാക്കിലൊരു ചെറിയൊരു മിനി മാർട്ട് പ്ലസ് കഫറ്റീരിയ, രണ്ടും കൂടി ഒരുമിച്ചുള്ള ഒരു ഒറ്റ ഷോപ്പേ ഉള്ളൂ അവിടെ നിർത്തി ഇവരെ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം അവരെത്താൻ ഒരുപാട് ലേറ്റ് ആവും. അപ്പോൾ അവിടുത്തെ ഇത്താത്തമാർ നല്ല ഫ്രഷ് ബേക്ക് സമൂസ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. മീറ്റ് ആൻഡ് ഒനിയൻ, നല്ല മൗത്ത് വാട്ടറിങ് സമൂസ. ഒരെണ്ണം ട്രൈ ചെയ്ത് നോക്കി. പിന്നെ വീട്ടില്ല, നല്ല വിശപ്പുണ്ടായിരുന്നു. അത്യാവശ്യം നല്ലോണം സമൂസ വാങ്ങി കഴിച്ച് അവരെ വെയിറ്റ് ചെയ്തു. അപ്പോൾ വെയിറ്റ് ചെയ്യുമ്പോൾ അവിടെ ഇതൊരു പിറ്റ് സ്റ്റോപ്പാണ്. ദർവാസയിലേക്കോ പിന്നെ റൈഡ് പോകുന്ന ആൾക്കാർക്ക് പിന്നീട് അങ്ങോട്ടേക്ക് ഒരു റെസ്റ്റോറൻറ്റും കിട്ടാനില്ല. അപ്പോൾ ഇവിടെ നിന്നാണ് അവർ സ്റ്റോക്ക് ചെയ്യുന്നത്. ഫുഡൊക്കെ സ്റ്റോക്ക് ചെയ്തിട്ടാണ് പിന്നെ അങ്ങോട്ടേക്ക് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലുള്ള യാത്ര ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ കുറേ സംസാരിക്കാൻ പറ്റി. ചൈനക്കാരാണ് ഒട്ടുമിക്ക ട്രാവലേഴ്സും അവിടെ മെയിനായിട്ട് ഞാൻ കണ്ടത്. അപ്പോൾ അവരോടൊക്കെ സംസാരിച്ച് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ ഇരിക്കുമ്പോൾ കുട്ടികൾക്കാണ് ഭയങ്കര ക്യൂരിയോസിറ്റി. അവരിങ്ങനെ വന്ന് ചോദിക്കും എവിടത്തേക്കാണ് പോകുന്നത്, എന്താ ചെയ്യുന്നത്, അങ്ങനെയുള്ള കുറേ കുഞ്ഞു ക്വസ്റ്റ്യൻസ്. ഭയങ്കര രസമാണ്. അങ്ങനെ ക്യൂട്ട് കുട്ടികളുമാണ്. അവരോടൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കുറേ നാട്ടു വർത്താനൊക്കെ പറഞ്ഞ് അങ്ങിരുന്നു. മുറി ഇംഗ്ലീഷ് അറിയാതെ അവരോട് അങ്ങനെ സംസാരിച്ചിരിക്കാൻ ഭയങ്കര രസമാണ്. ഇത് കഴിഞ്ഞ് ഇവരെത്തുമ്പോഴേക്ക് 3 മണിക്കൂറിന് മുകളിലായി. ഞാനാണെങ്കിൽ നല്ല ടയേർഡും ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അങ്ങനെ പ്രോപ്പർ റെസ്റ്റ് കിട്ടിയതുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്ക് സൺസെറ്റൊക്കെ കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല ഒരു സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇറങ്ങി നമ്മൾ പോകുന്ന വഴിയിൽ ഒരു സ്ഥലത്ത് നമ്മൾ ട്രാവൽ ഏജൻറ്റിനോട് പറഞ്ഞ് വണ്ടി ഷെയ്ഡാക്കി നമ്മൾ അന്നത്തെ ദിവസം രാത്രി കുക്ക് ചെയ്തു. ഈ ഷോപ്പിൽ നിന്ന് ഇവർക്ക് എന്ന് പറഞ്ഞിട്ട് മനസ്സിലാവുന്നുണ്ടായിട്ടില്ല. അവർക്ക് എങ്ങനെ ആംഗ്യം കാണിച്ചു കൊടുത്തിട്ടൊന്നും മനസ്സിലാവുന്നില്ല. അവർ ഓരോ സാധനങ്ങൾ എടുത്ത് കൊണ്ട് കാണിച്ചു തരും. ഇതാണോ ഇല്ല. ലാസ്റ്റ് അവരുടെ ഫോൺ മേടിച്ചിട്ട് നമ്മൾ അതിൽ ചിക്കനൊക്കെ അടിച്ച് അതിൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് മുറുകി അങ്ങനെ അവർ ചിക്കനൊക്കെ അവരെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് തന്നു. ഫ്രഷ് ചിക്കൻ കിട്ടി. ഗീ റൈസൊക്കെ അന്ന് രാത്രി നമ്മൾ ഒരു വണ്ടി സൈഡാക്കിയിട്ട് കുക്ക് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് കഴിച്ച് പിന്നെ പതുക്കെ അവിടുന്ന് അത്ര ദൂരം ഉണ്ടായിട്ടില്ല. നമുക്ക് എത്ര സ്പീഡിൽ വിട്ടിട്ടും അന്നത്തെ ദിവസം കാര്യം ഉണ്ടായിട്ടില്ല. അടുത്ത ദിവസം രാവിലെ ഇനി പോകാൻ പറ്റുള്ളൂ. ഓൾമോസ്റ്റ് രാത്രി ആയപ്പോൾ നമ്മൾ ബോർഡറിനടുത്തെത്തി. അവിടെ 5 സ്റ്റാർ ഹോട്ടൽ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. കൊണ്ടുപോകുന്നതൊക്കെ 5 സ്റ്റാർ ഹോട്ടലിലേക്കാണ്. ഭയങ്കര എക്സ്പെൻസീവാണ് ഈ രാജ്യത്തൂടെ കടന്നു പോക്കെന്ന് പറഞ്ഞാൽ. പിന്നെ നമുക്ക് വേറെ ഓപ്ഷനും ഉണ്ടായിട്ടില്ല. അവിടെ പോയിട്ട് ഒരു രാത്രിത്തേക്ക് ഒരു രാത്രി സ്റ്റേ ചെയ്യാൻ 4 മണിക്കൂറായിട്ട് ഉണ്ടായിട്ടുള്ളൂ നമുക്ക്. രാവിലെ ഏർലി മോർണിംഗ് പോകേണ്ടതുമാണ്. ഒരു രക്ഷയില്ല, നല്ല പ്രൈസാണ് പറയുന്നത്. $400+ ചോദിച്ചത്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, നേരെ അവിടെ നിന്ന് ഇറങ്ങി. വേണ്ട, ഇനി അവിടെ ഒരു 4 മണിക്കൂർ കിടക്കാൻ ഇത്രയും ഡോളർ കൊടുത്തിട്ട് സ്റ്റേ ചെയ്യണ്ടെന്ന് വിചാരിച്ച് നേരെ അതിൻ്റെ പുറകിൽ അവിടുത്തെ ലോക്കൽസിനോട് ചോദിച്ചിട്ട് നേരെ അതിൻ്റെ പുറകിൽ ഒരു വലിയ പാർക്കിംഗ് ഉണ്ടായിരുന്നു. അവിടെ കൊണ്ടുപോയി വണ്ടി വെച്ച് അന്നത്തെ ദിവസം അവിടെ വണ്ടിയിൽ സ്ലീപ്പിംഗ് ബാഗിലൊക്കെ കിടന്നുറങ്ങി. ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നലെ സ്ഥലം ഇവിടെ വരുന്നു. 4 hours $500 പറഞ്ഞു ഈ 5 സ്റ്റാർ ഹോട്ടലിൽ. സോ വാട്ട് വി ഡിഡ്, അതിൻ്റെ ബാക്കിൽ പാർക്ക് ചെയ്തു പിന്നെ വിശാലമായിട്ട് വണ്ടിയിൽ കിടന്നുറങ്ങി. ഞാൻ ഈ ട്രക്കിൻ്റെ ബാക്കിൽ സ്ലീപ്പിംഗ് ബാക്കിൽ കിടന്നു. എന്ന് വെയിലടിച്ചപ്പോൾ നേരെ ബാക്കിൽ നിന്ന് വെയിലായി. വണ്ടി ഇങ്ങനെ ഇട്ട് ഈ വണ്ടീൻ്റെ
വെൻഡിങ് ഗ്യാപ്പ് ബാഗിട്ട് താഴെ കിടന്നു. അപ്പോൾ ഇന്നലത്തെ പരിപാടി ബോർഡർ ക്രോസിംഗ്. ഇന്നൊരു 450 കിലോമീറ്റർ ഓടിക്കാനുണ്ട് ബുഖാറയിൽ. ഈ ടൂറിസ്റ്റ് പാക്കേജ് കുറച്ച് എല്ലാം 5 സ്റ്റാർ സ്റ്റൈൽ പരിപാടികളാണ്. ഈ രാജ്യം ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത 4 സ്ഥാനങ്ങൾ ക്രോസ് ചെയ്യാൻ കഴിയും. കഴിഞ്ഞാൽ പിന്നെ ചൈന കയറാൻ പറ്റും. സോ എടുത്തേ പറ്റും. ഇപ്പോൾ ഉള്ള സ്ഥലത്തിൻ്റെ പേരാണ് ഡഷക്കോൾ. 10 കിലോമീറ്റർ ഉസ്ബെക്ക് ബോർഡറിലേക്ക്. ബോർഡിലേക്കുള്ള യാത്ര Benzene full. Benzene full. Toilet. Okay. Go. So we reached border. I don't know why there is taking us. I think we have to park our car here. Let's see what's going on. Let's see. This is the border. Yeah, park here. Are the control? ട്രാവൽ തന്നെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് ഉണ്ടാക്കുന്നതാണ്. ഒരു പൊതുവില്ല. Toilet inside. Okay, cool. Park here. Come with you. Inside you go. Okay, we stay. Okay. Cool. പുള്ളിക്കാരൻ പോയിട്ട് വരാം. നമ്മൾ ഇവിടെ റെസ്റ്റ് എടുക്കാൻ പറയും. ഓക്കെ, നോ പ്രോബ്ലം. കുറവണം. സോ എക്സിറ്റ് അടിച്ചു തുർക്ക്മെനിസ്ഥാൻ. വി ആർ എൻട്രിങ് ഉസ്ബെക്ക്. നല്ല ടൈം എടുത്തു എക്സിറ്റ് അടിക്കാൻ ഇവിടെ തുർക്ക്മെനിസ്ഥാനിൽ. ചെറുതായിട്ട് കൈക്കൂലിയും കൊടുക്കേണ്ട. ഉസ്ബെക്ക് എൻട്രിങ് ഉസ്ബെക്ക്. Pakistan. കഴിക്കില്ല. പേപ്പർ വർക്ക് കഴിഞ്ഞിട്ട് വേണം എല്ലാം ചെയ്യാൻ. നോക്കാം. Alright. Canceling the video. Alright, peace, bye. Finally, Uzbekistan. ഒരു 2 hours process, 1 hour process in Uzbek, 2 hour process in Turkmenistan. So all the paperwork done. Now I'll have to wait for their heavy Scuda. Uzbekistan. അയ്യോ, തളർന്നു പോവല്ലോ. Too much slow. അങ്ങനെ ഇന്ന് നമുക്ക് ബുഖാറയിലേക്കാണ് എടുക്കാനുള്ളത്. 450 കിലോമീറ്റർ ഉണ്ട്. അതിൻ്റെ ഇടയിൽ ബോർഡർ ക്രോസിംഗ് ഉണ്ട്. ബോർഡർ ക്രോസിംഗ് ഒക്കെ കഴിഞ്ഞ്
ബുഹാറയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ബ്രേക്ക്ഫാസ്റ്റ് മാറി അത് ബ്രഞ്ചായി. ബ്രഞ്ചിന് നല്ല കബാബ് ബ്രെഡൊക്കെയാണ് കിട്ടിയത്. അങ്ങനെ അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെല്ലാവരും ഒരു ഡിസിഷനിലെത്തി. നമുക്ക് ബുഹാറ എത്തുമ്പോഴേക്ക് രാത്രിയാവും. സോ അതിനായിട്ട് നല്ലത് നേരെ സമർക്കന്ത് വെച്ച് പിടിക്കാം. 750 കിലോമീറ്റർ ഉണ്ട് സമർക്കന്തിലേക്ക്. എല്ലാവരും ഒറ്റ സ്വരത്തിൽ സമർക്കന്ത് തന്നെ പോവാം എന്നുള്ള പ്ലാനിങ്ങിൽ ഇറങ്ങി. അടുത്ത ദിവസം 7 മണി, 24 മണിക്കൂർ കഴിഞ്ഞു നമ്മൾ സമർക്കത്തെത്താൻ. ഒരു 50 കിലോമീറ്റർ ഡിസ്റ്റൻസ് എത്തുമ്പോഴേക്ക് ബെൻസിൻ അടിക്കാൻ വന്നതോ. ഫസ്റ്റ് ഇവിടെ ഉസ്ബെക്കിൽ പല ഗ്രേഡിലുള്ള ബെൻസിനുണ്ട്. ഞാൻ ഇതിൽ 98 ആണ് യൂസ്വലി അടിച്ചത്. 95, 98. ഇപ്പോൾ ഇവിടെ ഉള്ളത് 80 ആണ്. Arkadaşım gerekmez, bravo gerekmez derken. Okey. Okey. Bey. Ha, gel. Selam. Akıyor, sağ koyun. Selam. ഒരു പെട്രോൾ സ്റ്റേഷൻ കിട്ടി. അവിടുന്ന് പെട്രോളൊക്കെ ഫില്ല് ചെയ്തു. കുറച്ച് വർത്താനൊക്കെ പറഞ്ഞു. ഒരു സൂപ്പർ മാർക്കറ്റ് പ്ലസ് മിനി മാർട്ട് കിട്ടി. അവിടെ പോയിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ചായ കുടിക്കാന്നുള്ളൊരു പ്ലാനിൽ വണ്ടി നിർത്തിയതാണ്. സോ ഈ ഒരു സ്ഥലം എൻ്റെ ലൈഫിലെ ഒരു വൺ ഓഫ് ദ മോസ്റ്റ് മെമ്മറബിൾ പ്ലേസ് ആവുമെന്ന് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിട്ടില്ല. ഞാൻ ഒരു ബസ് മോഡലാണ് ഉണ്ടായത്. 24 മണിക്കൂർ വണ്ടി ഓടിക്കാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഓൾമോസ്റ്റ് നല്ല ടയേർഡായി. ഉറക്കൊക്കെ കട്ടായിട്ട് കിളി മാറിയിരിക്കുകയായിരുന്നു. പക്ഷേ എൻ്റെ ലൈഫിലെ വൺ ഓഫ് ദ ബെസ്റ്റ് മൊമെൻറ്റ് ഉണ്ടായ ഒരു പ്ലേസാണ്. ലിറ്ററലി നമുക്ക് അൺഫോർഗറ്റബിൾ മൊമെൻ്റ് എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു സംഭവം. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. Alright, so I hope you all doing wonderful things in life. If somebody is lacking it, this is your time. Just take the first step. That's it. അതിന് മുകളിൽ എനിക്കൊന്നും പറയാനില്ല. Take the first step. It may hard, but you try it. It will work. You'll feel better. And I'm going through a lot of shit. And I'm pushing myself. So till then, stay happy, stay blessed, and peace.